മമ്മൂട്ടിയുടെ കരിയറിന്റെ മറ്റൊരു സുവർണ്ണ കാലഘട്ടമായിരുന്നു 2022 മുതൽ 2024 ആദ്യ പകുതി വരെ മലയാള സിനിമ കണ്ടത്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, കണ്ണോസ്കോട്, കാതർ കോർ, ഭ്രമയുഗം തുടങ്ങി ഒരുപിടി ഗംഭീര ചിത്രങ്ങൾ മെഗാസ്റ്റാർ സിനിമാ പ്രേമിക്കായി സമ്മാനിച്ചു. പക്ഷേ 2025 എത്തിയപ്പോൾ കാര്യങ്ങൾ കുറച്ച് കീഴ്മേൽ മറിഞ്ഞു. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ്, ബസൂക്ക എന്നീ മമ്മൂട്ടി ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. എന്നാൽ ഇപ്പോൾ നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലർ ചിത്രം കലങ്കാവലും വീണ്ടും തിയേറ്ററിലെത്തുകയാണെന്ന് മമ്മൂട്ടി. പക്ഷേ ജൂണിൽ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചിത്രം റിലീസാവാൻ ഇനിയും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി സ്വന്തം പ്രൊഡക്ഷൻ ബാനറായ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളങ്കാവൽ ജൂണിൽ തിയേറ്ററിൽ എത്തുമെന്നാണ് ആദ്യം കേട്ടിരുന്നത്. റിലീസ് തീയതി ഒരിക്കലും വെളിപ്പെടുത്തിയില്ലെങ്കിലും ബക്രീദ് റിലീസായ ചിത്രത്തിനായി ടീം തീരുമാനിച്ചിരുന്നു എന്നായിരുന്നു സൂചന. പക്ഷേ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്രൈം ഡ്രാമ റിലീസ് ഇനിയും വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മമ്മൂട്ടിക്കൊപ്പം വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഓഗസ്റ്റ് റിലീസായി തിയേറ്ററിൽ എത്തുമെന്ന അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ തരുന്ന റിപ്പോർട്ടുകൾ. ഇടയ്ക്ക് ജിതിൻ കെ ജോസ് ചിത്രത്തിൻ്റെ റിലീസ് ജൂലൈയിൽ പ്രതീക്ഷിക്കാമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സത്യമല്ലെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ നിലയ്ക്ക് കളങ്കാവൽ ഓഗസ്റ്റ് ആദ്യമോ രണ്ടാമതായ വാരത്തിലോ തിയേറ്ററിൽ എത്താനാണ് സാധ്യത. എന്നാൽ ചിത്രത്തിൻ്റെ പുതിയ പോസ്റ്ററും ടീസറും അടക്കമുള്ള പുതിയ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ മമ്മൂട്ടിയും ടീമും പുറത്തുവിടാൻ സാധ്യതയുണ്ട്. ഇനിയും വെളിപ്പെടുത്താത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സ തേടുന്ന മമ്മൂട്ടി ഇപ്പോൾ കുടുംബസമേതം ചെന്നൈയിലാണ്. അടുത്തിടെ മെഗാസ്റ്റാറുമായി വളരെ ബന്ധമുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനൽ കുമാർ നടൻ ചികിത്സയിൽ ഭാഗമായി ഇടവേളയിൽ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. മമ്മൂക്ക എന്നാണ് ഷൂട്ടിംഗ് തിരക്കിലേക്ക് മടങ്ങിയെത്തുകയെന്ന ചോദ്യത്തിന് ചികിത്സയുടെ ഇടവേളകളിൽ അദ്ദേഹം ലൊക്കേഷനിൽ എത്തും എന്നാണ് സനിൽ കുമാർ മറുപടി നൽകിയത്. മമ്മൂട്ടി ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തെ ജോയിൻ ചെയ്യും എന്നും സനിൽ അറിയിച്ചിട്ടുണ്ട്.